ശ്രീ വിജി തമ്പി, ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യഥാർത്ഥ ഭക്തരല്ല പമ്പയിലും മറ്റും ദർശനം ലഭിക്കാതെ മാലയൂരി മടങ്ങിയത്, അവർ കപട ഭക്തരാണ്, ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ദേവസ്വം മന്ത്രിയുടെ വാക്കുകൾ. ഈ എന്തൊരു മണ്ടത്തരമാണ് ഈ ദേവസ്വം മന്ത്രി പറയുന്നത്. ഇയാളെപ്പോലൊരു ശുംഭനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇയാൾക്ക് എന്ത് ഭക്തിയാണുള്ളത്? ഇയാൾക്ക് ഭക്തരെ പറ്റി എന്തറിയാം? ശബരിമലയിൽ പോയപ്പോഴെല്ലാം ഇയാൾ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ നമ്മളെല്ലാം പല സോഷ്യൽ മീഡിയകളിലൂടെയും ചാനലിലൂടെയും കണ്ടതാണ്. അവിടെ മകരവിളക്കിന്റെ സമയത്ത് ആ ദീപാരാധനയ്ക്ക് നട തുറക്കുമ്പോൾ കയ്യും കെട്ടി നിന്ന ഒരാളാണോ ഭക്തരെ കുറിച്ച് അഭിപ്രായം പറയുന്നത്? അതുപോലെ അവിടുത്തെ പ്രധാനമായ തീർത്ഥം കൊടുത്തപ്പോൾ സാനിറ്റൈസർ പോലെ കൈ കഴുകിയ ഇയാൾക്ക് ഭക്തരെ കുറിച്ച് പറയാൻ എന്ത് അവകാശം, എന്ത് അധികാരമുണ്ട്? ഞാൻ ചോദിക്കട്ടെ, അവിടെ വന്ന് പന്തളം കൊട്ടാരത്തിൽ വന്ന് അവിടെ നെയ്യഭിഷേകം ചെയ്ത് മാല ഊരിപ്പോയത് മലയാളികളല്ല. അവർ കേരളത്തിന് പുറത്തുനിന്നുള്ളവരാണ്. ആന്ധ്രാപ്രദേശത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും വന്നവരാണ്. പലരും പമ്പയിൽ വന്ന് തൊഴുതിട്ട് പോയത് മലയാളികളല്ല. മലയാളികൾ എത്ര സമയം എടുത്താലും അവർ ആ സമയം നോക്കി അവർ പോയി തൊഴുതിട്ട് പോകും. ഇത് എത്രയോ ദൂരത്ത് നിന്ന് 41 ദിവസം കഠിനവ്രതമെടുത്ത് യാത്ര ചെയ്ത് ഭഗവാനെ ഒന്ന് ദർശിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നവർ, അവര് വന്ന് ദർശിക്കാൻ കഴിയാതെ മടങ്ങിപ്പോയത് അവർ കപടഭക്തരാണോ? ഈ എന്ത് വിവരദോഷമാണ് ഈ മന്ത്രി പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഈ ഇവിടുന്ന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണോ പറയുന്നത്? അപ്പൊ ഒരു കുട്ടി മരിച്ചതും കപട ഇവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കിയെടുത്തതാണോ? ഒരു കുട്ടി ദാഹജലം കിട്ടാതെ, ശ്വാസം കിട്ടാതെ ആ തിരക്കിൽപ്പെട്ട് മരിച്ചത് അതും കപടമാണോ? അതാണോ മന്ത്രി പറയുന്നത്? എത്ര വിവരശൂന്യമായ കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. ആലോചിച്ച് നോക്കിയേ. ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയില് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വനം വകുപ്പിൽ നിന്ന് എത്രയോ സ്ഥലമാണ് അവിടെ ശബരിമലയിൽ മാറ്റിവെച്ചിരിക്കുന്നത്. പമ്പയിൽ എത്രയോ സ്ഥലങ്ങളിൽ അവിടെ പാർക്കിങ്ങിന് വേണ്ടിയും വിരിവെക്കാനും വേണ്ടിയും സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എന്നിട്ട് പാർക്കിങ്ങിന് അനുവദിക്കാതെ ദൂരെ നിന്ന് കഷ്ടപ്പെട്ടു വരുന്ന ഭക്തന്മാരെ നിലയ്ക്കിലിറക്കി വിട്ട് അവിടെ നിന്ന് ട്രാൻസ്പോർട്ടുകാരെ കൊണ്ട് കൊള്ളയടിപ്പിക്കാൻ വേണ്ടി 5 ഇരട്ടി പിടിച്ചു വാങ്ങി ഈ ഭക്തരെ കുത്തി നിറച്ച് പമ്പയിലെത്തിക്കുകയും പമ്പയിൽ നിന്ന് കഷ്ടപ്പെട്ട് ഒരു നിവൃത്തിയുമില്ലാതെ അവർക്ക് മല കയറുന്നവരെ നിവൃത്തിയിലാക്കുക. എത്രയോ മണിക്കൂറുകൾ 2 ദിവസം വരെ ക്യൂ നിന്ന് പോയി തൊഴുത ആൾക്കാരെ എനിക്കറിയാം. എന്നെ പേഴ്സണലായി വിളിച്ചിട്ടുണ്ട്. വിശ്വഹിന്ദു പരിഷത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ആന്ധ്രാപ്രദേശിൽ നിന്നും ഒരു ഭക്തജന സംഘം അവരെന്നെ വിളിച്ചിരുന്നു. എന്താണ് സാർ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്നിട്ട് നിങ്ങൾ എന്താ ഇതിൽ പ്രതികരിക്കാത്തത്? നിങ്ങൾ എന്താ ഇതിൽ നടപടിയെടുക്കാത്തത്? എന്ത് നടപടിയാണ് എടുക്കേണ്ടത്? നിങ്ങൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു, പല രീതിയിലും കൊടുത്തു. ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത ഹൈക്കോടതി തള്ളി. അതായത് വിശ്വഹിന്ദു പരിഷത്ത് മുന്നിട്ടിറങ്ങി പമ്പയിലേക്ക് നിലയ്ക്കിൽ നിന്ന് സൗജന്യ ബസ് യാത്ര നടത്തി കൊടുക്കാമെന്ന് ഞങ്ങൾ ദേവസ്വം ബോർഡിന് കത്ത് കൊടുത്തു, സർക്കാരിന് കത്ത് കൊടുത്തു. അംഗീകരിക്കാത്ത ഹൈക്കോടതിയിൽ ഞങ്ങൾ റിട്ട് കൊടുത്തു. ഹൈക്കോടതിയെ തള്ളി. ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ ഞങ്ങൾ അത് മുന്നോട്ട് പോയിരിക്കുകയാണ്. സുപ്രീം കോടതി ദേവസ്വം ബോർഡിനും സർക്കാരിനും KSRTCക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ നിന്ന് വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ച